അങ്ങനെ കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ ഐഫോൺ 15 പ്രോ നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യുവാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഐഫോൺ 15 പ്രോയുടെ അൺബോക്സിങ് ആൻഡ് ക്വിക്ക് കമ്പാരിസൺ ആണ് നമ്മുടെ ഓൾറെഡി ഡിവൈസുകളായിട്ടുള്ള 13 പ്രോ ആൻഡ് 14 പ്രോ ആയിട്ട്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. നമുക്കറിയാം പ്രോ സീരീസിൽ ഐഫോൺ 13 പ്രോ ആയിരുന്നു ബ്ലാക്ക് ബോക്സോടെ ഈ ഒരു ബോക്സോടെ വന്ന അവസാനത്തെ സീരീസ് എന്ന് പറയുന്നത്. അതിനുശേഷം ഇറങ്ങിയ 14 പ്രോയിലും ഇപ്പോൾ നമ്മുടെ 15 പ്രോയിലും ബോക്സ് എന്ന് പറയുന്നത് വൈറ്റ് ആണ്. ഫ്രണ്ടിൽ നമുക്ക് ഐഫോൺ 15 പ്രോയുടെ ആ ഒരു ഇമേജ് കാണാം. അതോടൊപ്പം ബാക്കിൽ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് വാങ്ങിയത് സൗദിയിൽ നിന്നാണ്. സൗദിയിൽ വാങ്ങുമ്പോൾ ഉള്ളതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ തന്നെ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് വെളിയിൽ കൊണ്ടുപോയാലും 2 years ആണ് ഇവിടുത്തെ വാറണ്ടി എന്ന് പറയുന്നത്. അതായത് 1 year ആണ് ആപ്പിൾ തരുന്ന നോർമലി അല്ലെങ്കിൽ യൂഷ്വലി ഉള്ള വാറണ്ടി. പക്ഷേ സൗദിയിലെ കൺസ്യൂമർ ലോ അനുസരിച്ച് 2 years അല്ലെങ്കിൽ 24 months ആണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് വാറണ്ടി എന്ന് പറയുന്നത്. നിങ്ങൾ ഇന്ത്യയിലാണെങ്കിലും തിരിച്ചത് സൗദിയിലേക്ക് അയച്ചാൽ ഫ്രീ കവറേജ് ആയിരിക്കും. ഇതേ സിമിലർ ആയിട്ടുള്ള നിയമം മറ്റേതെങ്കിലും രാജ്യങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കമന്റ് ഇൻ ദ കമന്റ് ബോക്സ്. സോ ആദ്യം തന്നെ നമ്മുടെ പീൽ ഓഫ് ചടങ്ങിലേക്ക് പോകാം. ഈ ഒരു പുൾ ടാബ് നമുക്ക് ഇവിടുന്ന് പീൽ ചെയ്ത് കളയാം. അപ്പോൾ എല്ലാവരും സൈലൻസ് പ്ലീസ്. ഇനി മൊമെന്റ് ഓഫ് ട്രൂത്ത് ആണ്. ഓക്കെ, ഇതാണ് ഐറ്റം. ഞാൻ ഓർഡർ ചെയ്തത് ടൈറ്റാനിയം ബ്ലാക്ക് ആണ്. നിങ്ങൾക്കറിയാം ഐഫോൺ 15 പ്രോ നമുക്ക് 4 കളേഴ്സിലാണ് അവൈലബിൾ. നാച്ചുറൽ ടൈറ്റാനിയം, ബ്ലാക്ക് ടൈറ്റാനിയം, ബ്ലൂ ടൈറ്റാനിയം ആൻഡ് വൈറ്റ് ടൈറ്റാനിയം. സോ 15 പ്രോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബ്ലാക്കിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. നോർമലി നമ്മൾ പ്രോ സീരീസിൽ കണ്ടുവരുന്ന അതേ ആ ഒരു ബ്ലാക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത്. പക്ഷേ സൈഡിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ പ്രാവശ്യം ഒരു വ്യത്യാസം വന്നിരിക്കുന്നത്. കാരണം നമുക്കറിയാം ബെസൽസ് അല്ലെങ്കിൽ സൈഡ് ബെസൽസ് എന്ന് പറയുന്നത് ഇതുവരെ നമുക്കറിയാം ഇതുപോലത്തെ സ്റ്റെയിൻലെസ് സ്റ്റീലായിരുന്നു. സോ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിന്ന് മാറി ആപ്പിൾ മറ്റൊരു അപ്രോച്ചാണ് ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത്. അതിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റർ ആൻഡ് ഡ്യൂറബിൾ ആയിട്ടുള്ള ടൈറ്റേനിയമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സോ ഈ ടൈറ്റേനിയം വരുന്നതുകൊണ്ട് നമ്മൾ ആദ്യമേ കരുതിയത് ഈ ഒരു ടൈറ്റേനിയം വരുന്നതുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്ന 2 ഗുണങ്ങളിൽ ഒന്ന് കുറച്ചുകൂടെ ഡ്യൂറബിലിറ്റി ഉണ്ട് ഡെഫിനറ്റ്ലി. പക്ഷേ ഈ ഒരു ഫിംഗർ പ്രിൻറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നമുക്കറിയാം കുറേയധികം ഫിംഗർ പ്രിൻറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. നമ്മൾ എവിടെ തൊട്ടാലും നല്ല പോലെ വിസിബിളായ രീതിയിൽ നമുക്ക് ഫിംഗർ പ്രിൻറ്റ് കാണാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ടൈറ്റേനിയത്തിലേക്ക് വരുമ്പം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ അത്ര വിസിബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ ഫിംഗർ പ്രിൻറ്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ സ്കഫിങ്ങോ ഒന്നും വരത്തില്ല. പക്ഷേ എങ്കിൽ കൂടെയും സ്റ്റിൽ ഇവിടെ അധികം വിസിബിൾ അല്ലാത്ത രീതിയിൽ നമ്മൾ ടൈറ്റേനിയത്തിലും ഈ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ മാർക്കിങ് വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഡിവൈസിൻ്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡിവൈസുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം അത്ര ഷൈനിങ് അല്ല സൈഡ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള രീതിയിലാണ്. കാരണം ഇതൊരു ബ്രഷ്ഡ് ടൈറ്റേനിയം രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ വെളിയിൽ ടൈറ്റേനിയവും അകത്ത് നമുക്ക് ഇന്നർ പോർഷനിൽ ആക്ച്വലി ആപ്പിൾ ഇപ്പോഴും സ്റ്റിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്യുന്നുണ്ട് അകത്ത്. പക്ഷേ എനിക്ക് ആദ്യം ഒരു ഹോൾഡിങ്ങിൽ അല്ലെങ്കിൽ കയ്യിൽ ഈ ഡിവൈസ് പിടിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഭയങ്കര വ്യത്യാസം, വെയിറ്റിൽ ഭയങ്കര വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഓൺ പേപ്പർ നമ്മൾ നോക്കുമ്പം ഡിവൈസുകൾ തമ്മിൽ വെറും ഗ്രാമുകളുടെ വ്യത്യാസമേ ഉള്ളായിരിക്കും. പക്ഷേ ഓൺ ഹാൻഡ് അത് ഫീൽ ചെയ്യും. ഡെഫിനറ്റ്ലി നമുക്ക് ഭയങ്കര വിസിബിളാണ്. ഇത് എനിക്ക് തോന്നുന്ന ഒരു റിമോട്ട് കൺട്രോൾ, നമ്മൾ റിമോട്ട് കൺട്രോൾ ടി വിയുടെ റിമോട്ട് കൺട്രോൾ പിടിക്കത്തില്ല എന്ന് പറഞ്ഞ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ ഡിസൈനാണ്. ഷാർപ്പ് എഡ്ജഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസൈൻസ് അല്ല കൊടുത്തേക്കുന്നത്. നമുക്കറിയാം ആ ഒരു റൗണ്ടഡ് കോർണേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഈ റൗണ്ടഡ് കോർണേഴ്സ് വന്നുകൊണ്ട് തന്നെ പ്ലസ് ഈ ഒരു ടൈറ്റേനിയം അലോയ് അല്ലെങ്കിൽ ഷാസിയും കൂടെ വന്നുകൊണ്ട് തന്നെ വളരെ കംഫർട്ടായിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കയ്യിലത് പിടിക്കുമ്പം വളരെ കംഫർട്ടാണ്. രണ്ടാമത് എടുത്ത് പറയുന്ന ഡിഫറൻസ് ഇതിൻ്റെ ക്യാമറ ബമ്പാണ്. നമുക്കിവിടെ 13 ഉണ്ട്, 14 ഉണ്ട്, 15 ഉണ്ട്. 13 to 14 നമുക്ക് ആ ഒരു ക്യാമറ ബമ്പ് ഡിഫറൻസ് ഡെഫിനറ്റ്ലി വിസിബിൾ ആണ്. എന്നാൽ 14 to 15 ഓൺ പേപ്പർ നമുക്ക് ആ ഒരു ഡിഫറൻസ് ഉണ്ട്. കാരണം വളരെ വിസിബിളായിട്ട് നമുക്ക് ആ ഒരു ക്യാമറ ബമ്പ് 2 ഡിവൈസുകൾ തമ്മിൽ തോന്നത്തില്ലെങ്കിലും ആ ഒരു ചെറിയ സ്ലൈറ്റ്ലി ലാർജറാണ് 15 പ്രോയിൽ വരുന്ന ഈ ഒരു ക്യാമറ ബമ്പ് എന്ന് പറയുന്നത്. ക്യാമറയിൽ പിന്നീട് എടുത്തു പറയേണ്ട മറ്റൊരു നോട്ടീസബിൾ ആയിട്ടുള്ള ഡിഫറൻസ് ആണ് നമ്മളെ ക്യാമറ ലെൻസിന് ചുറ്റുമുള്ള ആ ഒരു ഫ്രെയിം. നിങ്ങൾക്ക് കാണാം ഇത് മാറ്റ് ഫിനിഷ് ആയ പോലെ 15 പ്രോയിലും മാറ്റ് ഫിനിഷ് അല്ലെങ്കിൽ നമ്മളുടെ ടൈറ്റേനിയം വരുന്നതുകൊണ്ട് തന്നെ ഇതിന് ചുറ്റിനും അതേ ഫ്രെയിം തന്നെയാണ് വന്നേക്കുന്നത് ഓരോ ലെൻസുകൾക്ക് ചുറ്റിനും. എന്നാൽ നമ്മുടെ 14 പ്രോയിൽ നിങ്ങൾക്ക് കാണാം ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ, ആ ഒരു ഗ്ലോസി ഫിനിഷുള്ള സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. സോ അതൊരു ഡിഫറൻസ് തന്നെയാണ്. പെട്ടെന്ന് നമ്മൾക്ക് കാണുമ്പം സൈഡ് ബൈ സൈഡ് കാണുമ്പം ആ ഒരു ഡിഫറൻസ് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതുമാണ്. ഇനി ബോക്സിനകത്ത് യൂഷ്വലി വരുന്ന പോലെ തന്നെ ഡിസൈൻ ബൈ ആപ്പിൾ ഇൻ കാലിഫോർണിയ നമ്മുടെ സ്റ്റിക്കേഴ്സ് കാര്യങ്ങൾ സിമ്മിജെറ്റഡ് ടൂളൊക്കെ കിട്ടും. US മോഡൽസ് ആണ് വാങ്ങുന്നതെങ്കിൽ നമുക്ക് അതിൽ ഈ സിം മാത്രമേ ഉള്ളൂ. സോ US മോഡൽസിന് ഈ ഒരു സിമ്മിജെക്ടറോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വരുന്ന രണ്ടാമത്തെ വളരെ സവിശേഷത ഏറിയ ഒരു കാര്യമാണ് നമ്മുടെ ടൈപ്പ് സി. കാരണം ഈ വർഷത്തെ ഹോട്ട് ടോപ്പിക്കുകളിൽ ഒന്നായിരുന്നു. നമുക്ക് യൂറോപ്യൻ യൂണിയൻ ഫോഴ്സ്ഫുള്ളി ആപ്പിളിനെ കൊണ്ട് ടൈപ്പ് സിയിലേക്ക് മാറ്റിയതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അതുകൊണ്ട് തന്നെയാണ് ആപ്പിൾ ഇവൻറ്റിൽ ഈ കാര്യം എടുത്തു പറയാൻ അല്ലെങ്കിൽ അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാതിരുന്നതിൻ്റെ പ്രത്യേക കാരണം ഇതാണ്. സോ ഫൈനലി ആപ്പിൾ ടൈപ്പ് സിയിലേക്ക് കംപ്ലീറ്റ്ലി 15 ലൈനപ്പിനെ കൊണ്ടുവന്നേക്കുവാണ്. ഇപ്പോൾ ഉള്ള 15 ലൈനപ്പിലെ 4 മോഡൽസിലും നമുക്ക് ടൈപ്പ് സി ആണ്. എന്നാൽ പ്രോ മോഡൽസിൽ USB 3.1 ആണ് വരുന്നത്. അതുകൊണ്ടുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സ്പീഡിൻ്റെ
ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡ് എന്ന് പറയുന്നത് 10 GB/s ആണ്, 10 GB. എന്നാൽ 15 പ്ലസിലും 15ലും നമുക്കത് ഇപ്പോഴും വരുന്നത് ആപ്പിൾ ലൈറ്റ്നിങ്ങിൽ എന്ത് സ്പീഡിലായിരുന്നു 480 MB/s ആയിരുന്നു ലൈറ്റ്നിങ്ങിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്ഫറിങ് സ്പീഡ് എന്ന് പറയുന്നത്. അതേ സ്പീഡ് തന്നെയാണ് ആപ്പിൾ 15ലും 15 പ്ലസിലും നോർമൽ iPhone 15 മോഡൽസിൽ ആപ്പിൾ ഇപ്പോഴും കൊടുത്തിരിക്കുന്നത്. കേബിളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ വെറുതെ USB Type-C കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഈ ഒരു കേബിളിൻ്റെ ക്വാളിറ്റി നിങ്ങൾക്കൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇത് ബ്രെയ്ഡഡ് കേബിളാണ്. ഇതുവരെ നമുക്കറിയാം പ്ലാസ്റ്റിക് റാപ്പിംഗ് ഉള്ള കേബിളായിരുന്നു ആപ്പിൾ കൊണ്ടുവന്നിരുന്നത്. പക്ഷേ അത് മാറി പെട്ടെന്ന് അത് ടാങ്കിൾ ചെയ്ത് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉള്ളതുകൊണ്ട് തന്നെ ആപ്പിൾ Type-Cയിലേക്ക് വന്നപ്പം അത് ബ്രെയ്ഡഡ് കേബിളായി. ഈ ബ്രെയ്ഡഡ് കേബിൾ എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിളിൻ്റെ ആക്സസറി ആയിട്ടുള്ള മാജിക് മൗസ്, മാജിക് കീബോർഡ് ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ വരുന്ന ഇതേ ബ്രെയ്ഡഡ് കേബിൾ തന്നെയാണ്. പക്ഷേ അത് ലൈറ്റ്നിങ് ആണ് വരുന്നത്, ലൈറ്റ്നിങ് കേബിളാണ് വരുന്നത്. പക്ഷേ ഐഫോണിൻ്റെ കൂടെ നമുക്ക് ഇതുപോലുള്ള ലൈറ്റ്നിങ് കേബിൾ അല്ല വന്നിരുന്നത്. പക്ഷേ ഇതേ ബ്രെയ്ഡഡ് ക്വാളിറ്റിയിലാണ് ആപ്പിൾ ഇപ്പോൾ കൊണ്ടുവന്നേക്കുന്ന Type-C കേബിൾ. iPhone 15 സീരീസിൻ്റെ കൂടെ കൊണ്ടുവന്നേക്കുന്ന Type-C കേബിളിൻ്റെ ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. സോ 15 സീരീസിലെ ഏത് മോഡലും നിങ്ങൾക്ക് ഏത് Type-C കേബിൾ ഉപയോഗിച്ചും ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ല എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. 15 ലൈനപ്പിലെ മറ്റൊരു എടുത്തു പറയേണ്ട കാര്യമാണ് Type-C പോർട്ട്. നമുക്കവിടെ കാണാം ലൈറ്റ്നിങ് ആണ് നമ്മളുടെ ഇതുവരെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറി ഒരു ഐഫോൺ വിത്ത് Type-C. അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും എന്തോ ഒരു ഇതുവരെ ഇല്ലാത്ത എന്തോ ഒരു കാര്യം അഡീഷണലി അതിനകത്ത് കൊണ്ടുവന്ന ഒരു ഫീലിംഗ് ആണ്. കാരണം Type-C യൂസ് ചെയ്യുന്ന ഐഫോൺ അത് കേൾക്കുമ്പോൾ തന്നെ എന്തോ പോലെയാണ്. ഇനി നമുക്കിത് ആദ്യമായിട്ട് ടേൺ ഓൺ ചെയ്യാം. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഈ ഒരു ഡിവൈസ് ടേൺ ഓൺ ആയി വരുമ്പം പെട്ടെന്ന് ആദ്യമേ ഈ ഒരു കഴിഞ്ഞ 13 Pro 14 Pro ഡിവൈസിൽ നിന്ന് വരുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ ബെസൽസ് ആണ്. നിങ്ങൾക്കിവിടെ കാണാം 13 Pro 14 Pro ആൻഡ് 15 Pro എത്രത്തോളം തിന്നറാണ് ആ ചുറ്റിനും ഡിസ്പ്ലേക്ക് ചുറ്റിനുമുള്ള ബെസൽസ് എന്ന് വളരെ വിസിബിളാണ്. സോ 13ൽ നിന്ന് 14ലേക്ക് വന്നപ്പം ബെസൽസിൻ്റെ സൈസ് പിന്നെയും കുറഞ്ഞായിരുന്നു. 14ൽ നിന്ന് 15ലേക്ക് വരുമ്പം കാര്യമായിട്ടുള്ളൊരു ഡിഫറൻസ് ആണ് എസ്പെഷ്യലി ഈ ഒരു ബെസൽസിൻ്റെ കാര്യത്തിലേക്ക് വരുന്നത്. സെറ്റപ്പ് സ്ക്രീനിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സൈലൻറ്റ് മോഡാണ്. കാരണം 15 Proയിൽ നമുക്ക് ആക്ഷൻ ബട്ടൺ ആയതുകൊണ്ട് തന്നെ കൺട്രോൾ സെൻറ്ററിൽ നിന്ന് നമുക്ക് സൈലൻറ്റ് മോഡിലേക്ക് ആക്കാൻ സാധിക്കും. കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പം ഇവിടെ ആക്ഷൻ ബട്ടൻ്റെ ആ ഒരു സെറ്റപ്പ് സ്ക്രീൻ നമുക്ക് വരുന്നതാണ്. ഇതാണ് ആക്ഷൻ ബട്ടൺ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം ആ ഒരു കളർ ഡിഫറൻസ്, അതായത് നമ്മൾ ഫിംഗർ പിടിക്കുന്നതും ഫിംഗർ പിടിക്കാത്ത ഏരിയ ആയിട്ടുള്ള ഒരു കളർ ഡിഫറൻസ് നിങ്ങൾക്ക് അവിടെ വളരെ വിസിബിളായിട്ട് കാണാൻ സാധിക്കും. ഫൈനലി നമ്മുടെ ഡിവൈസ് സെറ്റപ്പ് ആയിട്ടുണ്ട്. ഇതാണ് ലുക്ക്. ഇനി നമ്മൾ സെറ്റിംഗ്സിൽ പോയിട്ട് ആക്ഷൻ ബട്ടൺ നമുക്കൊന്ന് നോക്കാം. സോ സെറ്റിംഗ്സിൽ പോകുമ്പോൾ നമുക്ക് അവിടെ കാണാം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബട്ടൺ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ ആക്ഷൻ ബട്ടൺ എന്നുള്ളതും. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു UI ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുവരെ ആപ്പിൾ കൊണ്ടുവന്നിട്ടില്ലാത്ത അല്ലെങ്കിൽ ഇതുവരെ ആപ്പിളിൻ്റെ ഒരു സെറ്റിംഗ്സിലോ ഓപ്ഷനിലോ കണ്ടിട്ടില്ലാത്ത ഒരു ഇൻ്റർഫേസ്, കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള UI. സോ ഇവിടെ ഇപ്പം നിലവിലുള്ളത് സൈലൻറ്റ് മോഡാണ്. സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ക്യാമറ ഷട്ടറായിട്ട് നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ സാധിക്കും. അതോടൊപ്പം ജസ്റ്റ് ക്യാമറ മാത്രമായിട്ടല്ല, ഇതിലേത് ക്യാമറ വ്യൂ ഓപ്പൺ ചെയ്ത് വരണം എന്നുള്ളതും നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ, സെൽഫി, വീഡിയോ ഇതിലേത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് നമുക്ക് ഫ്ലാഷ് ആണ്. ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലാഷ് ഓൺ ആകുന്ന രീതിയിൽ. പിന്നെ വോയിസ് നോട്ട് ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് നോട്ട് അപ്പം സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. പിന്നെ ഉള്ളത് മാഗ്നിഫയർ ആണ്. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഷോർട്ട് കട്ട്സ് ആണ്. കാരണം ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാൻ സാധിക്കും ഈ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിച്ചു. കാരണം ഷോർട്ട് കട്ടിനകത്ത് പോയി കഴിഞ്ഞാൽ ഷോർട്ട് കട്ട്സ് ആപ്പിൽ നിന്ന് എന്താണ് വേണ്ടത് എന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരൊറ്റ സിംഗിൾ ടാപ്പിൽ നിങ്ങൾക്ക് ലിറ്ററലി എന്ത് കാര്യങ്ങളും ഈ ഒരു ആക്ഷൻ ബട്ടൺ ഉപയോഗിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് 15 Proയുടെ മറ്റൊരു ചേഞ്ച് ആണ് നമുക്ക് ക്യാമറയിൽ വന്ന ഒരു മാറ്റം. അതായത് ക്യാമറയിൽ നമുക്ക് ഇനി ഉള്ളത് ഈ ഒരു മെയിൻ സെൻസർ 48 MP സെൻസറാണ്. അതിൽ നമ്മൾ ഈ ഒരു മെയിൻ ക്യാമറ ലെൻസിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് കാണാം 1x 2x 3x. ഇതിൽ ഈ 1x എന്ന് പറയുന്നത് 24 mm ആണ് അതിൻ്റെ ഫോക്കൽ റേഞ്ച് എന്ന് പറയുന്നത്. എന്നാൽ ഒന്നും കൂടെ അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പം 28 ഫോക്കൽ റേഞ്ചിലേക്ക് പോകും. എന്നിട്ട് ഒന്നും കൂടെ നമ്മൾ അതിൽ ടാപ്പ് ചെയ്താൽ 35 mm ഫോക്കൽ റേഞ്ചിലേക്ക് പോകും. സോ ഇങ്ങനെ 3 ഫോക്കൽ റേഞ്ചസ് ആ ഒരു ഒറ്റ സിംഗിൾ ക്യാമറയിൽ അല്ലെങ്കിൽ സെൻസറിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ 2x 3x. എന്നാൽ 15 Pro Maxൽ നമുക്കറിയാം അപ് ടു 5x ആണ് നമുക്ക് അതിൻ്റെ ടെലിഫോട്ടോ അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ സൂം എന്ന് പറയുന്നത്. അതോടൊപ്പം ഈ വർഷത്തെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രീ ഓർഡർ ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ഓർഡർ ചെയ്തേക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നതും 15 Pro Max ആണ്. സോ ഓവറോൾ 15 Pro Max തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതും ലാർജർ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ 6.7 ഇഞ്ചാണ് ഡിസ്പ്ലേ. അതോടൊപ്പം അതിനനുസരിച്ചുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി നമുക്ക് ലഭിക്കുന്നതാണ്. സ്ലൈറ്റ്ലി ലാർജർ ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ് 15 Pro Maxൽ വരുന്നത്. 5x സൂം, ഒപ്റ്റിക്കൽ സൂം ലഭിക്കുന്നതാണ്. അത് അപ് ടു 25 ടൈംസ് നമുക്ക് സൂം ചെയ്യാൻ സാധിക്കും ഡിജിറ്റലി. ഈ 3 കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഒരു രീതിയിൽ നമുക്ക് 15 Pro Maxും 15 Proയും ആയിട്ട് ഡിഫറൻസ് ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ iPhone 15 Proയുടെ ക്വിക്ക് അൺബോക്സിംഗ് ആൻഡ് കമ്പാരിസൺ എന്ന് പറയുന്നത്. താമസിക്കാതെ തന്നെ ഇതിൻ്റെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആൻഡ് ഒരു റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും. കാരണം 14 Proയും 15 Proയും 13ഉം ഒക്കെ ആയിട്ട് എങ്ങനെയാണ് ഓവറോൾ, കാരണം ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിലേക്കൊക്കെ വരുമ്പം എന്തൊക്കെയാണ് ഇമ്പ്രൂവ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ താമസിക്കാതെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കുറച്ച് ദിവസം യൂസ് ചെയ്തതിന് ശേഷം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.